ഹൗ ഡു ഐ നോ ഇഫ് ഐ എം ഡൂയിങ് സെൽഫ് എൻക്വയറി കറക്റ്റ്ലി? ഹൗ ഡു ഐ നോ ഇഫ് ഐ എം ഡൂയിങ് സെൽഫ് എൻക്വയറി കറക്റ്റ്ലി? എങ്ങനെ എനിക്കറിയാൻ പറ്റുക ഞാൻ സെൽഫ് എൻക്വയറി കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്ന്? നമ്മൾ റിട്രീറ്റിലൂടെ കടന്നുപോയി, എങ്കിലും ചിലപ്പോൾ ഈ ചോദ്യം നിലനിൽക്കും. അപ്പോൾ സെൽഫ് എൻക്വയറി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്കിലേ ഞാൻ ശരിക്കാണോ അല്ലെങ്കിൽ തെറ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് അറിയാൻ സാധിക്കും. സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ സെൽഫിനെ അന്വേഷിക്കുക. സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന പൊരുൾ, അതിനെ അന്വേഷിക്കുക. ആരന്വേഷിക്കുന്നത്? ഞാൻ തന്നെ. ഞാൻ എന്ന പൊരുളിനെ അന്വേഷിക്കുമ്പോൾ അത് സെൽഫ് എൻക്വയറി ആയി. അപ്പോൾ ഇവിടെ ചോദ്യം വരും, രണ്ട് ഞാനുണ്ടോ? ഞാൻ എന്ന പൊരുളിനെ അന്വേഷിക്കണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാകണ്ടേ? അപ്പോൾ രണ്ടാമൻ ഉണ്ടെങ്കിൽ ദ്വൈതമായി. തീർച്ചയായും നമ്മൾ തുടങ്ങുമ്പോൾ രണ്ടാമൻ അവിടെ ഉണ്ട്, ദ്വൈതത്തിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ രണ്ടാമനിൽ നിന്നും ഒന്നാമനിലേക്കുള്ള യാത്രയാണ് സെൽഫ് എൻക്വയറി. ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്കുള്ള പ്രയാണമാണ് സെൽഫ് എൻക്വയറി. അപ്പോൾ ഒന്നാമനുണ്ട്, രണ്ടാമനുണ്ട് അല്ലേ? ശരിക്കില്ല, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ രണ്ടാമനുണ്ട്. ഒന്നാമൻ ഉള്ളത് കൊണ്ടാണ് രണ്ടാമൻ ഉണ്ടാകുന്നത്. രണ്ടാമൻ ഉള്ളത് കൊണ്ടല്ല ഒന്നാമനുള്ളത്. ഓക്കെ, ഒന്നാമൻ ഉള്ളത് കൊണ്ടാണ് രണ്ടാമൻ ഉണ്ടാകുന്നത്, നോട്ട് ദി അതർ വേ റൗണ്ട്. ഒന്നാമനാണ് റിയൽ ആയി, രണ്ടാമനാണ് അൺറിയൽ ആയി. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടാമൻ ഒന്നാമനിലേക്ക് ലയിക്കണം. ഞാൻ അല്ലാത്ത ഒരു ഞാൻ എന്ന അനുഭവം എനിക്ക് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ശരീരം, മനസ്സ്, വികാരം, ഇതിനോടൊക്കെ ചേർന്നിട്ടുള്ളൊരു ഞാൻ, അതാണ് രണ്ടാമൻ. അതാണ് ഞാൻ അല്ലാത്ത ഞാൻ. ആ അനുഭവം നമുക്കുണ്ടാകുന്ന സമയത്ത് എന്ത് വേണം? എൻക്വയറി ഈസ് റിക്വയർഡ്. എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ദി ഒബ്ജക്റ്റീവ് ഇസ് ടു ബി ആസ് വി ആർ. ഞാനായി തന്നെ നിലകൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ സെൽഫ് എൻക്വയറിയിൽ ഏർപ്പെടുന്നത്. ഞാനായി തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഞാനാരാണ്? ആദ്യം പറഞ്ഞ ഞാനാണ് രണ്ടാമൻ. രണ്ടാമൻ ഒന്നാമനിലേക്ക് ലയിക്കണം, ആത്മാവിലേക്ക് ലയിക്കണം. ആത്മാവ് എന്ന് പറയുന്നതാണ് സത്യസ്വരൂപം, ദാറ്റ് ഇസ് ദ ട്രൂ ഐ. ആ സത്യസ്വരൂപത്തെ മറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ നമ്മളെന്തായി? അസത്യസ്വരൂപാവസ്ഥയായി, അൺട്രൂ ആയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പ്രോസസ്സിൽ അസത്യസ്വരൂപം സത്യസ്വരൂപത്തെ അന്വേഷിക്കുന്നു, അങ്ങനെയല്ലേ? അസത്യസ്വരൂപം ഇല്ലാച്ചാൽ നമുക്ക് എൻക്വയറിയുടെ ആവശ്യമില്ല. അസത്യസ്വരൂപം ഇല്ലാച്ചാൽ നമുക്ക് ഈ ശരീരവും മനസ്സും ബാക്കിയുള്ള ഒബ്ജക്ട്സുമായിട്ടൊന്നൊരു കണക്ഷനൊന്നുമില്ല. നമ്മുടെ ശ്രദ്ധ അതിലൊന്നുമല്ല ഉള്ളത്, നമ്മുടെ ശ്രദ്ധ നമ്മിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ അസത്യസ്വരൂപമില്ല. അസത്യസ്വരൂപം ഉണ്ടെങ്കിൽ സത്യസ്വരൂപത്തിലേക്ക് നമ്മൾ പോകണം. അസത്യസ്വരൂപം ഉണ്ടാകാനുള്ള കാരണം സത്യസ്വരൂപം ഉള്ളത് കൊണ്ടാണ്. രണ്ടാമൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒന്നാമൻ ഉള്ളത് കൊണ്ടാണ്. ഒന്നാമൻ ഇല്ലായിരുന്നെങ്കിൽ രണ്ടാമൻ ഉണ്ടാവുകയില്ല. സത്യസ്വരൂപം ഇല്ലായിരുന്നെങ്കിൽ അസത്യസ്വരൂപം ഉണ്ടാവുകയില്ല. അപ്പോൾ എപ്പോഴാണ് ഈ അസത്യസ്വരൂപം ഉണ്ടാകുന്നത്? വെൻ ദ സ്മോൾ ഐ ഹാസ് റിസൺ. ചെറിയ ഞാനുണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ്, ഞാൻ ഇന്ന വ്യക്തിയാണ്, എൻ്റെ ജോലി ഇതാണ് എന്നൊക്കെ പറയുന്നത് അസത്യസ്വരൂപമാണ്. ഈഗോ ഐ റൈസ് ചെയ്യുമ്പോഴാണ് അസത്യസ്വരൂപം ഉണ്ടാകുന്നത്. രമണ മഹർഷി അതാണ് പറയുന്നത്, ദ സ്റ്റേറ്റ് വെയർ ദി ഐ ഡസ് നോട്ട് റൈസ് ഈസ് ദ സ്റ്റേറ്റ് വി ആർ ദാറ്റ്. നമ്മൾ ആത്മാവായി നിലകൊള്ളുന്നത് എപ്പോഴാണ്? ദ സ്റ്റേറ്റ് വെയർ ദി ഐ ഡസ് നോട്ട് റൈസ്. ഈ പറഞ്ഞ ഐ അസത്യസ്വരൂപമാണ്, രണ്ടാമനാണ്. ഞാൻ ഉദിക്കാത്ത അവസ്ഥയാണ് ആത്മാവായ അവസ്ഥ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അസത്യസ്വരൂപം ഇല്ലാത്ത അവസ്ഥയാണ് സത്യസ്വരൂപാവസ്ഥ. അസത്യ ഞാൻ ലയിച്ച അവസ്ഥയാണ് സത്യസ്വരൂപാവസ്ഥ. മനസ്സിലാവുന്നുണ്ടാവില്ലേ? അസത്യസ്വരൂപാവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഞാൻ ഉദിക്കുമ്പോൾ. ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന തോന്നൽ. അപ്പോഴാണ് അസത്യത്തിൽ നമ്മളുള്ളത്, അപ്പോഴാണ് നമ്മൾ ദ്വൈതത്തിലുള്ളത്, അപ്പോഴാണ് അഹങ്കാരമുള്ളത്. ഈ അഹങ്കാരം ഞാൻ ഉദിക്കാത്ത അവസ്ഥയാണ് സത്യസ്വരൂപാവസ്ഥ. എപ്പോഴാണ് നമുക്ക് എൻക്വയറി വേണ്ടത്? സെൽഫ് എൻക്വയറി എപ്പോഴാണ് വേണ്ടത്? വെൻ ദിസ് സെപ്പറേറ്റ് ഐ എക്സിസ്റ്റ്സ്. നമുക്ക് തോന്നുകയാണ്
സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഐ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. ആ സമയത്ത് എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ വേണം. രമണ മഹർഷി പറയുന്നു, അങ്ങനെ അന്വേഷിക്കാതെ എങ്ങനെ നമുക്ക് ഈഗോനെ കൊല്ലാൻ സാധിക്കാം? വിത്തൗട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്ലേസ് ഫ്രം വെയർ ദി ഐ റൈസസ് ഹൗ ക്യാൻ ദി ഈഗോ ബി കിൽഡ് എന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഉള്ളതെന്ന് അർപ്പുതലത്തെ സത്യങ്ങളാണ്. അപ്പോൾ ഈ ഞാൻ എന്ന രണ്ടാമൻ, അസത്യസ്വരൂപാവസ്ഥയിലുള്ള ഞാൻ എവിടെ നിന്നാണ് ഉദിക്കുന്നത് എന്ന് അന്വേഷിക്കാതെ എങ്ങനെയാണ് അസത്യസ്വരൂപമായ ഞാൻ എന്ന അഹങ്കാരത്തെ കൊല്ലുക എന്ന് മഹർഷി കൃത്യമായിട്ട് ചോദിക്കുകയാണ്. ഞാൻ ഉദയം കൊള്ളുന്ന ആ സ്ഥലം അന്വേഷിക്കാതെ അഹങ്കാരത്തെ എങ്ങനെ നിഗ്രഹിക്കാൻ സാധിക്കും? അപ്പോൾ ചോദ്യം, ഹൗ ഡു ഐ നോ ഇഫ് ഐ എം ഡൂയിങ് സെൽഫ് എൻക്വയറി കറക്റ്റ്ലി എന്നാണ്. നമ്മൾ ഈ സെൽഫ് എൻക്വയറി പ്രോസസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇഫ് ദ ലോവർ സെൽഫ് ഇസ് സ്കിൽഡ്, ലോവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അസത്യസ്വരൂപാവസ്ഥ, അല്ലെങ്കിൽ രണ്ടാമൻ, അല്ലെങ്കിൽ ഈഗോ, അഹങ്കാരം, എന്ത് വേണമെങ്കിലും പറയാം. ഇഫ് ദാറ്റ് ലോവർ സെൽഫ് ഇസ് സ്കിൽഡ് ദെൻ യു ആർ ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മെറ്റീരിയൽ വേൾഡിലോ തേർഡ് പേഴ്സൺസിലോ ആയിരിക്കും. നമ്മുടെ ശ്രദ്ധ മെറ്റീരിയൽ വേൾഡിലുള്ള ഒബ്ജക്ട്സുമായോ മനസ്സിലുള്ള ചിന്തകളുമായോ, ദറ്റ് ഇസ് 2P and 3P ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്കിൽ വി ആർ സ്റ്റിൽ എൻറ്റാങ്കിൾഡ് ഇൻ ദിസ് വേൾഡ് ഓഫ് സംസാര എന്ന് പറയാം. തോട്ട്സിലാണ് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എങ്കിൽ നമ്മുടെ വാഹനം ലോ ഗിയറിൽ കുടുങ്ങിപ്പോയതുപോലെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. വി ഹാവ് ടു ഡിസെൻഗേജ്. വി ഹാവ് ടു ഡിസെൻഗേജ് ഫ്രം അവർ എക്സ്റ്റേണൽ വേൾഡ് ആൻഡ് ഫ്രം അവർ ഇൻറ്റേർണൽ മെൻറ്റൽ വേൾഡ്. അപ്പോൾ മാത്രമാണ് അറ്റൻഷൻ എവിടേക്ക് തിരിയുക? ഞാൻ എന്ന സത്യസ്വരൂപത്തിലേക്ക് തിരിയുക. ഡിസെൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് ഹയർ ഗിയറിലേക്ക് പോകാൻ സാധിക്കും, ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാഹനം സ്പീഡിൽ പോകും. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം സെപ്പറേറ്റ് ഐ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇഫ് ദ സെപ്പറേറ്റ് ഐ എക്സിസ്റ്റ്സ് ദെൻ സെൽഫ് എൻക്വയറി ഇസ് റിക്വയർഡ്. എപ്പോഴാണ് ഞാൻ ശരിയായിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുക? വെൻ യു ഡു ദിസ് പ്രോസസ് കറക്റ്റ്ലി, സെക്കൻഡ് ഐ, അസത്യസ്വരൂപാവസ്ഥയിലുള്ള ഞാൻ, അതല്ലെങ്കിൽ ദ്വൈതത്തിലുള്ള ഞാൻ, രണ്ടാമൻ, അവിടെ തന്നെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ വിത്ത് സെൽഫ് എൻക്വയറി. ആർക്കാണ് ഈ ചിന്ത വന്നത്, ആരാണിത് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് പുറത്തോട്ടാണ് മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേരെ തിരിച്ച് പിടിച്ചിട്ട് ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്ന് ആ ചോദ്യകർത്താവ് ഇല്ലാതെയാകും. ദ ക്വസ്റ്റ്യനർ വിൽ സീസ് ടു എക്സിസ്റ്റ്. ക്വസ്റ്റ്യനർ ഈസ് ദ ഈഗോ. സീസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കിൽഡ്. സോ ഇഫ് ദ ക്വസ്റ്റ്യനർ ഡൈസ്, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ക്വസ്റ്റ്യൻ വിൽ ഗോ. ചോദ്യം എന്തായിരുന്നു? ഹൗ ഡു ഐ നോ that I am doing self-inquiry correctly? As long as this question remains, you must know that the dualistic I is there. അപ്പോൾ സെൽഫ്-എൻക്വയറി കണ്ടിന്യൂ ചെയ്യാം, ആത്മവിചാരം കണ്ടിന്യൂ ചെയ്യാം. ആർക്കാണ് ഈ ചോദ്യം വരുന്നത് അന്വേഷിക്കണം. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കാണോ ചെയ്യുന്നത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പ്രോസസ്സിലാണ്, അവിടെ എത്തിയിട്ടില്ല. കാരണം ഈ ചോദ്യം ചോദിക്കാൻ അവിടെ ആളുണ്ടല്ലോ. ആ ആളില്ലാതെയാവണം. ആ ആളില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരുമോ? ചോദ്യം വരില്ല. ചോദ്യം വന്നില്ല വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ.